മറ്റൊന്ന് വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധി വരുന്ന കാര്യമാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ തടസ്സം എന്ന് പറയുന്നത് ഈ CPM-ൻ്റെ നേതാക്കന്മാരാണ്. CPM-ൻ്റെ നേതൃത്വവും കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വവും തമ്മിൽ ഉണ്ടാക്കിയ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി വരികയാണെങ്കിൽ ആ അഡ്ജസ്റ്റ്മെൻറ്റ് പൊളിയും. തിരുവനന്തപുരത്ത് കുമ്മനം രാജശേഖരനെ പരാജയപ്പെടുത്താൻ വേണ്ടി CPM-ൻ്റെ വോട്ടുകൾ ശശി തരൂരിന് മറിച്ചു കൊടുക്കാം എന്നുള്ളൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അത്തരം അഡ്ജസ്റ്റ്മെൻറ്റുകൾ കേരളത്തിൽ ഇവർ ഉണ്ടാക്കിയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ അത് മുഴുവൻ താളം തെറ്റും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ CPM-ന് കേരളത്തിൽ ലഭിച്ചേക്കാവുന്ന ചില സീറ്റുകൾ കൂടി നഷ്ടപ്പെടും എന്നുള്ളൊരു ഭയം അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ CPM-ൻ്റെ നേതാക്കൾ പോയി നമ്പർ 10 ജനപഥത്തിന് മുമ്പിൽ കാവൽ കിടന്ന് കരയുന്ന ദയനീയമായിട്ടുള്ള കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. AKG ഭവനിൽ നിന്ന് ഉയരുന്നത് തേങ്ങിപ്പിടിച്ച തേങ്ങലുകൾ, അടക്കിപ്പിടിച്ച തേങ്ങലുകൾ, ഗദ്ഗതങ്ങളൊക്കെയാണ്. ഒരു സീറ്റ്, വയനാട് സീറ്റിൻ്റെ കാര്യത്തിൽ കേരളത്തിലെ 2 മുന്നണികളും വന്നുപെട്ടിരിക്കുന്ന സന്ദിഗ്ധാവസ്ഥ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. രാഷ്ട്രീയം പരിശോധിക്കുന്ന ആർക്കും, സാമാന്യ രാഷ്ട്രീയ ബോധമുള്ള ആർക്കും മനസ്സിലാവും CPM-ൻ്റെ വലിയ തോതിലുള്ള പരിഭ്രാന്തി തന്നെയാണ് വയനാട്ടിൽ നിന്ന് രാഹുൽ ഗാന്ധിയെ അകറ്റി നിർത്തുന്നതിന് വേണ്ടിയുള്ള സമ്മർദ്ദം ഉണ്ടാക്കാൻ അവരെ പ്രേരിപ്പിച്ചിരിക്കുന്നു. അതിന് ശരത് പവാർ വഴി നോക്കുന്നുണ്ട്, മറ്റ് പല വഴികളും അവർ നോക്കുന്നുണ്ട്. ഇത് വളരെ കഷ്ടമാണ്. CPM-ഉം കോൺഗ്രസും ദേശീയ തലത്തിൽ അവർ ഒരുമിച്ച് നിൽക്കുകയും കേരളത്തിൽ ഇങ്ങനെ പോരടിക്കേണ്ട ഒരു സാഹചര്യം വരികയും ചെയ്യുന്നത് വളരെ കഷ്ടമാണ്. എന്തായാലും നിങ്ങൾ അതിർത്തിക്കപ്പുറത്ത് കോയമ്പത്തൂരും കന്യാകുമാരിയിലും മാഹിയിലും മംഗലാപുരത്തും ഒക്കെ ചെയ്യുന്നത് പോലെ കേരളത്തിലും BJP-ക്കെതിരെ ഒരൊറ്റ സ്ഥാനാർത്ഥിയെ നിർത്താൻ തയ്യാറാകണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ശ്രീ സന്ദീപ് വാര്യർ, ഇവിടെ BJP-ക്ക് പ്രത്യേകിച്ച് നേട്ടമുണ്ടാകുവാനൊന്നും പോകുന്നില്ലല്ലോ. ഇപ്പോൾ രാഹുൽ ഗാന്ധി വരുമോ വരാതിരിക്കുമോ ചെയ്യട്ടെ, ഇതിൽ നേട്ടമുണ്ടാകുന്നത് CPM-ന്, അല്ലെങ്കിൽ വരാതിരിക്കുന്നാൽ നേട്ടമുണ്ടാകുന്നത് CPM-നും LDF-നും, വന്നാൽ നേട്ടമുണ്ടാകുന്നത് കോൺഗ്രസിനും UDF-നും. ഈ രീതിയിൽ തന്നെയാണല്ലോ കാര്യങ്ങൾ പോകുന്നത്. പിന്നെ പന്തളത്തെ പോലുള്ള നേതാക്കൾ പറയുകയാണ് ഒരു തരത്തിലുള്ള സമ്മർദ്ദത്തിനും രാഹുൽ ഗാന്ധി വഴങ്ങില്ല എന്ന്. അപ്പോൾ നിങ്ങൾ ആരോപിക്കുന്നു ഡൽഹിയിൽ കാത്തുകെട്ടിക്കിടക്കുകയാണ് CPM-ന്റെ നേതാക്കൾ രാഹുൽ ഇങ്ങോട്ട് വരാതിരിക്കാൻ എന്ന്. ഇത് കോൺഗ്രസിൻ്റെ KPCC പ്രസിഡന്റ് CPM-ന്റെ മേൽ അടിച്ചേൽപ്പിക്കുകയാണ് ഇങ്ങനെയൊരു ആരോപണം. ഇതേ ആരോപണം തന്നെ നിങ്ങൾ CPM-ന്റെ മേൽ അടിച്ചേൽപ്പിക്കുകയാണ്. രാഹുൽ ഇങ്ങോട്ട് വരാതിരിക്കുന്നതിന് അല്ലെങ്കിൽ വൈകുന്നതിന് കാരണം CPM ആണെന്ന്. അല്ല, KPCC പ്രസിഡന്റ് നടത്തിയതൊരു ആരോപണമല്ല, ഒരു വെളിപ്പെടുത്തലാണ്. ബിക്കോസ് അദ്ദേഹം അതിനുള്ളിലെ ഇൻസൈഡറാണ്. അദ്ദേഹം ഒരു വെളിപ്പെടുത്തലാണ് നടത്തിയത്. CPM-ന്റെ നേതാക്കൾ ഡൽഹിയിൽ കാത്തുകെട്ടിക്കിടക്കുന്നു, രാഹുൽ ഗാന്ധി വരാതിരിക്കാൻ സമ്മർദ്ദം ചെലുത്തുന്നുള്ളത്. ഞങ്ങളാണ് വാസ്തവത്തിൽ ഇത് കൃത്യമായി ഉന്നയിച്ചത്, ഈ ആരോപണം ഉന്നയിച്ചത്. കാരണം തിരുവനന്തപുരത്തുള്ള പ്രധാനപ്പെട്ട അഡ്ജസ്റ്റ്മെൻറ്റ്, തിരുവനന്തപുരം, പത്തനംതിട്ട ഉൾപ്പെടെ BJP-ക്ക് ഭിന്നബിലിറ്റിയുള്ള നിരവധി സീറ്റുകളുണ്ട്. ഇത് BJP-ക്ക് കൃത്യമായിട്ട് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കുന്ന വിഷയം തന്നെയാണ്. കോൺഗ്രസിനെയോ CPM-നെയോ മാത്രം ബാധിക്കുന്ന വിഷയമൊന്നുമല്ല. ഒന്ന്, രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിൽ നിന്ന് പോന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഒളിച്ചോട്ടക്കാരൻ എന്ന ഇമേജ് രാജ്യം മുഴുവൻ വ്യാപിക്കും. ഞങ്ങൾ തീർച്ചയായും അത് പ്രചരണ വിഷയമാക്കും. 2, വയനാട്ടിൽ എത്തിക്കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിക്ക് ഞങ്ങൾ എന്തായാലും ഒരു ഈസി വാക്ക് ഓവറൊന്നും ഞങ്ങൾ കൊടുക്കില്ല. ബെല്ലാരിയിൽ ഞങ്ങൾ സോണിയാഗാന്ധിയോട് ചെയ്തത് തന്നെ രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിലും BJP-യിൽ നിന്ന് ലഭിക്കും. BJP ഒരു തെരഞ്ഞെടുപ്പിനെയും ലഘൂകരിച്ച് കാണുന്ന പാർട്ടിയല്ല. വളരെ ശക്തമായിട്ടുള്ള പോരാട്ടം തന്നെ വയനാട്ടിലും രാഹുൽ ഗാന്ധിക്കായിട്ട് ഒരുക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. ഒരു ദേശീയ നേതാവിനെ വയനാട്ടിൽ മത്സരിപ്പിക്കാൻ കൊണ്ടുവരും എന്നാണല്ലോ. അങ്ങനെ ഒരു മത്സരത്തിന് ഇട നൽകാതിരിക്കുന്നതിന് വേണ്ടി അന്തിമ നിമിഷത്തെ ലാൻഡിങ്ങിന് രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നുവെന്നാണോ? അല്ല, ബെല്ലാരിയിൽ അതാണല്ലോ സംഭവിച്ചത്. ബെല്ലാരിയിൽ സോണിയാഗാന്ധി അവസാന സമയത്ത് പോയി നോമിനേഷൻ കൊടുത്തപ്പോൾ ഏറ്റവും അവസാന നിമിഷം പോയി സുഷമ സ്വരാജ് നോമിനേഷൻ കൊടുക്കുന്നു. അങ്ങനെ കോൺഗ്രസ് വലിയൊരു പ്രതിസന്ധിയിൽപ്പെട്ടു. സോണിയാഗാന്ധിക്ക് രാജ്യത്ത് ഉടനീളം സഞ്ചരിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഒരു ടൈം ടേക്കിംഗ് ഒരുപക്ഷെ രാഹുൽ ഗാന്ധി ചെയ്യുന്നുണ്ടായിരിക്കാം. പരമാവധി BJP-ക്ക് സമയം കൊടുക്കാതിരിക്കുക എന്നൊരു സ്ട്രാറ്റജി ഉണ്ടായിരിക്കാം. പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമില്ല. രാഹുൽ ഗാന്ധി നോമിനേഷൻ കൊടുക്കുകയാണെങ്കിൽ, വയനാട്ടിൽ നോമിനേഷൻ കൊടുക്കുകയാണെങ്കിൽ അതിനൊത്ത രീതിയിൽ തന്നെ ശക്തമായിട്ടൊരു മത്സരം വയനാട്ടിൽ നടക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം രാഹുൽ ഗാന്ധിക്ക് എന്തായാലും ഒരു ഈസി വാക്ക് ഓവർ കൊടുക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഒരു തിരഞ്ഞെടുപ്പിനെയും വളരെ സില്ലിയാക്കി കാണുന്ന ഏർപ്പാട് BJP-ക്കില്ല. പക്ഷേ സന്ദീപ് വാര്യർ, താങ്കൾ നേരത്തെ പറഞ്ഞു വാരാണസിയിൽ പ്രിയങ്ക ഗാന്ധി മത്സരിച്ചാലും മോദി ആ മണ്ഡലത്തിൽ തളയ്ക്കപ്പെടുകയില്ല, അദ്ദേഹം ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമാവുമെന്ന്. ഇപ്പോൾ BJP ഒരു ദേശീയ നേതാവിനെ വയനാട്ടിൽ ഇറക്കിയാലും ഇത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. രാഹുലിനെ ആ മണ്ഡലത്തിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിൽ മുഴുവൻ തളച്ചിടുവാൻ BJP-ക്കും കഴിയുകയില്ല. കാരണം അത് വയനാട് മണ്ഡലമാണ്, ശക്തിദുർഗമാണ് UDF-ന്റെ. അവിടെ നിങ്ങൾ വിചാരിച്ചാൽ എന്ത് സംഭവിക്കുവാനാണ്?
അതിന് വയനാട്ടിൽ നരേന്ദ്രമോദിയെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. BJPക്ക് നിരവധി നേതാക്കളുണ്ട്, ദേശീയ പ്രാധാന്യമുള്ള നിരവധി നേതാക്കളുണ്ട്. അതല്ലെങ്കിൽ തന്നെ മറ്റ് വഴികളും മറ്റ് പല പോം വഴികളും നമുക്ക് നോക്കാമെന്നേ. സ്ട്രാറ്റജിക്കലായിട്ട് BJPയുടെ ടീം എന്താണ് ഡിസൈഡ് ചെയ്തിരിക്കുന്നതെന്ന് എനിക്കിപ്പോൾ പറയാൻ കഴിയില്ല. അക്കാര്യങ്ങളൊക്കെ നമുക്ക് രാഹുൽ ഗാന്ധി വയനാട്ടിൽ വരികയാണെങ്കിൽ മാത്രം കാത്തിരുന്ന് കാണാവുന്ന ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷനാണ്. നമുക്ക് അതിനെക്കുറിച്ച് ആ സമയത്തെ എന്തെങ്കിലും പറയാൻ കഴിയുള്ളൂ. ഇത്തരത്തിലുള്ള ലാൻഡിംഗ് അവസാന നിമിഷത്തേക്ക് മാറ്റിവെച്ചത് സന്ദീപ് വാര്യർ പറയുന്നത് പോലെയുള്ള ഈ ഭാവനാസമ്പന്നമായ കാര്യം കൊണ്ടാണോ ശ്രീ പന്തളം സുധാകരൻ? ഒരിക്കലും അല്ല. അതൊക്കെ സന്ദീപ് വാര്യരുടെ ഭാവനയിൽ ഉള്ള കാര്യങ്ങളാണ്. മാത്രമല്ല അതൊക്കെ BJPയുടെയും താല്പര്യമാണ്. ഞങ്ങൾ അവിടെ ഒരു ക്രാഷ് ലാൻഡിംഗ് അങ്ങനെയുള്ള ക്രാഷ് ലാൻഡിംഗ് അത് ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും. പക്ഷേ അതുകൊണ്ട് സോണിയാഗാന്ധി ദേശീയ തലത്തിൽ പ്രവർത്തിക്കാതിരുന്നില്ലല്ലോ. സോണിയാഗാന്ധി ഇന്ത്യയിലെ 540 നിയോജക മണ്ഡലങ്ങളിലും പ്രസൻസ് ഉണ്ടായിരുന്നു ദേശീയ നേതാവ് എന്നുള്ള നിലയിൽ. പിന്നെ 2 സ്ഥലത്ത് മത്സരിക്കുന്ന അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ 2014 തെരഞ്ഞെടുപ്പിൽ ശ്രീ നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ അഹമ്മദാബാദ് അദ്ദേഹത്തിൻ്റെ ഗുജറാത്തിലെ സീറ്റ് ഉപേക്ഷിച്ചിട്ട് ആ സീറ്റ് നിലനിർത്തിക്കൊണ്ട് തന്നെ വാരണാസിയിൽ മത്സരിക്കാൻ പോയത് തോറ്റോടും എന്നുള്ള ഒരു ചിന്തയിലൊന്നും ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. കാരണം ഇന്ത്യയുടെ ജനാധിപത്യ പാരമ്പര്യത്തിലും അതിൻ്റെ ഭരണഘടനയനുസരിച്ച് യഥാർത്ഥത്തിൽ ഒരാൾക്ക് 2 നിയോജക മണ്ഡലത്തിൽ ഇന്ത്യയിൽ എവിടെയും മത്സരിക്കാനുള്ള അവകാശമുണ്ട്. അത് ഞങ്ങൾ ആരും ചോദ്യം ചെയ്യുന്നില്ല. എന്ന് പറയുന്നത് പോലെ അമേത്തിയിലും രാഹുൽ ഗാന്ധിക്ക് കേരളത്തിൽ വയനാട്ടിൽ മത്സരിക്കണം ഞങ്ങൾ ആഗ്രഹിക്കുന്നു. വയനാട്ടിൽ തിരഞ്ഞെടുക്കാനുള്ള അവകാശം അദ്ദേഹത്തിനാണ് ഉള്ളത്. അപ്പോൾ അത് രണ്ടും രാഷ്ട്രീയപരമായ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ്. കാരണം അത്ര നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് ഈ 2019 നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് അതിൻ്റെ പ്രാധാന്യം ഒരിക്കലും കോൺഗ്രസോ UDF കുറച്ച് കാണുന്നില്ല. അതുകൊണ്ട് എത്ര ശക്തമായ ഒരുപക്ഷെ ശ്രീ അമിത്ഷാ തന്നെ അവിടെ വയനാട്ടിൽ വന്ന് മത്സരിച്ചോട്ടെ. പക്ഷേ ഞങ്ങൾ വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി വയനാട്ടിൽ നിന്നും രാഹുൽ ഗാന്ധി ആണെങ്കിലും ഇനി വേറെ ഏത് UDFൻ്റെ സ്ഥാനാർത്ഥിയാണെങ്കിലും വമ്പിച്ച ഭൂരിപക്ഷത്തോട് ജയിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞങ്ങൾക്ക് സ്ഥാനാർത്ഥിയെ വയനാട്ടിൽ നിർത്തിയാൽ ഈ ശക്തി ദുർഗമാണ്, പൊന്നാപുരം കോട്ടയാണ്, അതുകൊണ്ട് ജയിച്ചു കയറാം എന്ന വ്യാമോഹം UDF പുലർത്തുന്നത് അത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമായിരിക്കുകയില്ലല്ലോ. കാരണം അണികൾ അത്രമാത്രം അതൃപ്തരാണ്. ഇതുവരെ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങുവാൻ അവർക്ക് കഴിയുന്നില്ല. അപ്പോൾ രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ വിഷമകരമാകും എന്തായാലും വയനാട്ടിൽ. അല്ല, അവിടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തന രംഗത്ത് തന്നെയാണ് UDF പ്രവർത്തകർ. അവിടെ കൺവെൻഷൻ നടക്കുന്നു, അവിടെ മറ്റേ ചുമരെഴുത്ത് നടക്കുന്നു. സ്ഥാനാർത്ഥിയുടെ പേരെഴുതിയിട്ടില്ല എന്ന് മാത്രമല്ലേ ഉള്ളൂ. സ്ഥാനാർത്ഥിയുടെ ഫോട്ടോയുള്ള പോസ്റ്റർ പതിച്ചിട്ടില്ല എന്നുള്ളത് മാത്രമേ അവിടെ സംഭവിച്ചിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോയും പേരുമാണെങ്കിൽ കുഴപ്പമില്ല, മറ്റൊരാളുടേതാണെങ്കിൽ ബുദ്ധിമുട്ടുമെന്ന്. അല്ല, അതൊക്കെ തീർച്ചയായും ആ സാഹചര്യം മനസ്സിലാക്കി തന്നെ UDF പ്രവർത്തകർ, കാരണം ഈ തെരഞ്ഞെടുപ്പ് ഒരു ജീവൻ മരണ പോരാട്ടം എന്ന നിലയിൽ തന്നെ തീർച്ചയായും അവിടെ UDF പ്രവർത്തകർ കാണും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ ഇപ്പോഴും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു രാഹുൽ ഗാന്ധി ഒരുപക്ഷെ വയനാട്ടിൽ സ്ഥാനാർത്ഥിയായി വരും എന്നാണ് ഞങ്ങൾ കരുതുന്നത്. കാരണം അത് കേരളത്തിന് മൊത്തം എന്നതിനേക്കാൾ കേരളത്തിലെ ഒരു കൊച്ചു ഗ്രാമമായ വയനാട്, ഒരു മലയോര പ്രദേശം, ആദിവാസികൾ ഏറ്റവും കൂടുതൽ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശം എന്നുള്ളതിൽ വയനാടും മലപ്പുറം ഉൾപ്പെടെയുള്ള കർഷകരും കർഷക തൊഴിലാളികളും മതന്യൂനപക്ഷങ്ങളുമുള്ള ഒരു പ്രദേശം എന്നുള്ളതിൽ അത് ദേശീയ അന്തർദേശീയ നിറഞ്ഞു നിൽക്കുന്നത് തീർച്ചയായും ഒരു മലയാളി എന്നുള്ളതിൽ നമുക്കെല്ലാം മഞ്ജുഷ് ഉൾപ്പെടെയുള്ളവർക്ക് അഭിമാനമുള്ളൊരു കാര്യമല്ലേ. ഞാൻ സത്യത്തിൽ 23-ാം തീയതി ഈ അഭ്യൂഹം വന്നതിനെ തുടർന്ന് ദേശീയ മാധ്യമങ്ങളുടെ പ്രഗത്ഭരായ സീനിയർ ജേർണലിസ്റ്റുകൾ ഉൾപ്പെടെയുള്ളവർ വയനാട്ടിൽ ഹോട്ടലുകൾ ഉണ്ടോ എന്ന് അന്വേഷിച്ച് അല്ലെങ്കിൽ അവിടേക്ക് വരാൻ ടിക്കറ്റ് വരെ ബുക്ക് ചെയ്തിട്ടുള്ള കാര്യം നമുക്കൊക്കെ അറിയില്ല. അപ്പോൾ അതാണ് അതിൻ്റെ പ്രാധാന്യം. സ്വാഭാവികമാണ്. AICC അധ്യക്ഷൻ മത്സരിക്കാൻ എത്തുന്ന മണ്ഡലത്തിൽ തീർച്ചയായും അതിനനുസരിച്ച് കവറേജ് കൂടുകയും ചെയ്യും. ശ്രീ രാജു അബ്രഹാം, അപ്പോൾ ഈ അഭിമാനമല്ലാത്തത് CPM-നും LDF-നും മാത്രമേ ഉള്ളൂ എന്നാണോ? കാരണം ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് BJP-യേക്കാൾ എതിർക്കുന്നത് രാഹുൽ വയനാട്ടിൽ വരുന്നതിനെ CPM ആണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ നേരത്തെ സന്ദീപ് വാര്യരും പറഞ്ഞ കാര്യമാണ്. ഈ പ്രിയങ്ക ഗാന്ധി വാരാണസിയിൽ നരേന്ദ്രമോദിക്കെതിരെ മത്സരിക്കും എന്ന രീതിയിലുള്ള പ്രചാരണം ഇപ്പോൾ സജീവമാണല്ലോ. പ്രിയങ്ക തന്നെ ഈ ഒരു ആഗ്രഹം തുറന്നു പറഞ്ഞിരിക്കുകയുമാണ്. അപ്പോൾ അതൊരു പ്രതിരോധമാക്കി നിർത്തിക്കൊണ്ട് ഇപ്പോൾ രാഹുൽ ന്യൂനപക്ഷ മേഖലയിലേക്ക് വരുന്നു, ന്യൂനപക്ഷ വോട്ടുകൾ തേടി അമേഠിയിൽ നിന്ന് പലായനം ചെയ്യുന്നു എന്ന രീതിയിലുള്ള പ്രചാരണത്തെ തടഞ്ഞു നിർത്തുവാൻ സഹായകരമാണോ പ്രിയങ്ക ഗാന്ധി നരേന്ദ്രമോദിക്കെതിരെ വാരാണസിയിൽ മത്സരിക്കുകയും രാഹുൽ 2ാം മണ്ഡലവുമായി വയനാടിനെ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നത്? ഇല്ല മഞ്ജുഷ, ഇതെല്ലാം ഒരു വാർത്ത സൃഷ്ടിക്കൽ മാത്രമാണ്. ഇപ്പോൾ പ്രിയങ്കയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ, അല്ല, ഞാൻ സന്ദീപ് വാര്യർ പറഞ്ഞൊരു എനിക്ക് അത്ഭുതത്തോടെയാണ് ഞാൻ കേട്ടത്. കേരളത്തിലെ വോട്ട് കച്ചവടത്തിൻ്റെ കുലപതികളാണ് BJP എന്ന് ഞങ്ങളല്ല KG മാരാർ തന്നെയാണ് തൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ തവണ ഇവിടെ നമ്മുടെ സുരേന്ദ്രൻ പിള്ള
ആ സുരേന്ദ്രൻപിള്ളയ്ക്ക് കെട്ടിവെച്ച കാശ് പോയ അവിടെയാണ് നമ്മുടെ തിരുവനന്തപുരത്ത്. അവിടെ നമ്മുടെ ഈ കെട്ടിവെച്ച കാശ് പോയതുകൊണ്ട് കേരളത്തിൽ ഉടനീളം കോൺഗ്രസ് നേതാക്കന്മാരോടുള്ള കോൺഗ്രസ് അണികളുടെ ഒരു പ്രതികരണമാണ് ഇന്ന് വയനാട്ടിൽ. അതിൻ്റെ ഒരു സാമ്പിളാണ് കാണാൻ കഴിയുന്നത്. കേരളത്തിലെ കോൺഗ്രസ് അണികൾക്ക് കോൺഗ്രസ് നേതാക്കന്മാരിൽ വിശ്വാസമില്ല. കാരണം BJPയുമായി കോൺഗ്രസ് നേതാക്കന്മാർ പല സ്ഥലങ്ങളിലും കച്ചവടത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. BJP പ്രധാനപ്പെട്ട 4-5 നേതാക്കന്മാർ മാത്രമേ മത്സരിക്കുന്നുള്ളൂ. ബാക്കിയുള്ള മണ്ഡലങ്ങളിൽ ഇവിടെ കച്ചവടത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി വെച്ചിരിക്കുകയാണ്. അത് കോൺഗ്രസിൻ്റെ സാധാരണപ്പെട്ട അണികൾക്കറിയാം. അതുകൊണ്ട് ഇന്ന് കോൺഗ്രസ്സിന് അതിൻ്റെ നേതാക്കന്മാരുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, കർണാടകയിൽ റിസോർട്ട് തുറന്നാൽ പൊക്കുന്ന നോട്ടുകെട്ട് കണ്ട് ചാടാൻ നിൽക്കുന്ന കോൺഗ്രസ് MLAമാരുടെ അവസ്ഥ ഇവിടെ ഉണ്ടാവരുത്. ഇവിടുന്ന് ജയിച്ചു പോകുന്ന അറിയാവുന്നത് തന്നെയാണ് കോൺഗ്രസിന്റെ അണികൾക്ക് ഇവർ രാഷ്ട്രീയ പാളീസാകുമെന്ന് കൂടി LDF ഉറച്ചു വിശ്വസിക്കുകയാണ്. അതാണല്ലോ രാഹുലിനെതിരെയുള്ള പ്രതികരണത്തിൽ നിന്ന് തുടക്കം മുതൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കോലീബി ആരോപണം രാഹുൽ വന്നാൽ നിലനിൽക്കുകയില്ല. BJPയുമായുള്ള സീറ്റ് കച്ചവടം എന്നുള്ള ഈ ആരോപണം അത് നിലനിൽക്കുകയില്ല. ഇല്ല, ഞങ്ങൾ 2-ാം ദിവസം തന്നെ പറഞ്ഞല്ലോ, ഞങ്ങളുടെ സ്റ്റേറ്റ് സെക്രട്ടറി തന്നെ പറഞ്ഞല്ലോ, ഇവിടെ വന്ന് മത്സരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇവിടുത്തെ CPMൻ്റെ ഇടതുപക്ഷത്തിൻ്റെ ശക്തി രാഹുൽ ഗാന്ധി മനസ്സിലാക്കും. അതുപോരെ, അതിനപ്പുറം ഞങ്ങളെന്താ പറയുന്നത്? ഞങ്ങൾക്കൊരു ഭയവുമില്ല. അദ്ദേഹം രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ വേറെ നരേന്ദ്രമോദി ഇവിടെ ഒന്ന് മത്സരിക്കട്ടെ. അവിടെ എന്താണ് മത്സരം, എന്താണ് ഇവിടുത്തെ ശക്തി എന്ന് ഞങ്ങൾ കാണിച്ചു കൊടുക്കാം. പിന്നെ ഈ ചിത്രം ഒന്ന് നോക്കാൻ പറ്റുമോ? ഈ ചിത്രം, ഇതിനകത്തൊരു ചിത്രമുണ്ട്. ഈ ചിത്രം ഒന്ന് നോക്കാൻ പറ്റുമോ? കാണാൻ പറ്റില്ല, ഞാൻ വായിച്ചു വെക്കാം. അതായത് വാജ്പേയി, NT രാമറാവു, LK അദ്വാനി, VP സിംഗ്, ജ്യോതി ബാസു, നമ്മളൊക്കെ ബഹുമാനിക്കുന്ന EM ശങ്കരൻ നമ്പൂതിരിപ്പാട് തുടങ്ങിയവർ ഏത് വിധേനയിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ തകർക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടുകെട്ടുണ്ടായി. അതിൻ്റെ കാപ്പി സൽക്കാരം കഴിഞ്ഞ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ എടുത്ത ഫോട്ടോയാണ് ഇത്. നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുമോ? ഇത് നിങ്ങൾ നിഷേധിക്കാൻ കഴിയും? ഇത് ദേശീയ മാധ്യമങ്ങൾ അടിയന്തരാവസ്ഥക്കെതിരെ അല്ലല്ല, ഇത് അടിയന്തരാവസ്ഥ കഴിഞ്ഞുള്ള കാര്യമാണ്. അടിയന്തരാവസ്ഥക്കെതിരെ നിങ്ങൾ അടിയന്തരാവസ്ഥയ്ക്ക് നിങ്ങൾ നടത്തിയ കൊലവിളികളും കൊലക്കളമാക്കി ഇന്ത്യയെ മാറ്റിയപ്പോൾ യോജിക്കാവുന്ന 1989 കാര്യമാണ്. 2004 തിരിച്ചുമായിരുന്നുവല്ലോ. 2004 തിരിച്ചുമായിരുന്നു. ഞാൻ 89 കാര്യമാണ്. താങ്കൾ ഇടവേളയ്ക്ക് ശേഷം ചർച്ചയിലേക്ക് മടങ്ങിയെത്താം. ഒരു ഇടവേള വേണം. ഇടവേളയ്ക്ക് ശേഷം ചർച്ചയിലേക്ക്. മുസ്ലിം ലീഗ് നേതാവ് അബ്ദുറഹ്മാൻ രണ്ടത്താണി കൂടി ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ അബ്ദുറഹ്മാൻ രണ്ടത്താണി, എന്താണ് ഇക്കാര്യത്തിൽ മുസ്ലിം ലീഗിനുള്ള ആശങ്ക? കോൺഗ്രസ് ഹൈക്കമാൻഡിൽ നിന്ന് തീരുമാനം വൈകുന്നത് കൂടിയാലോചനകൾക്കും ഇക്കാര്യത്തിലുള്ള വിശകലനങ്ങൾക്കും ശേഷം അവസാനം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക എന്ന ഒരു അനുമാനത്തിൽ കൂടി ആയിരിക്കുമല്ലോ. ലീഗ് പക്ഷേ ഇപ്പോൾ തന്നെ അതിൽ ആശങ്ക അറിയിച്ചിരിക്കുകയാണല്ലോ. അല്ല, ശ്രീ രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ഇന്ത്യയിലെ ഏറ്റവും തലയെടുപ്പുള്ള ഒരു മതേതര നേതാവ് വയനാട്ടിൽ മത്സരിക്കാൻ എത്തുന്നു എന്നത് ഏറെ സന്തോഷത്തോടു കൂടിയാണ് നാം ഏവരും സ്വാഗതം ചെയ്യുന്നത്. രാഹുൽ ഗാന്ധി വരുന്നുവെങ്കിൽ ഇത് തീർച്ചയായും ഏറെ ആഹ്ലാദകരമായ ഒരു കാര്യമാണ്. അതേസമയം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തനങ്ങൾ നമുക്കറിയാം കേരളത്തിലുടനീളം വളരെയേറെ മുന്നോട്ട് പോവുകയാണ്. ഒരുപക്ഷെ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിന്റെ ഒരു ട്രെൻഡ് കണ്ടാൽ 1976 പോലെ 20-20 സീറ്റും ഐക്യ ജനാധിപത്യ മുന്നണി നേടുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ഈ ഘട്ടത്തിൽ തൊട്ടടുത്ത മണ്ഡലമായ കണ്ണൂരിലും അതുപോലെ തന്നെ വടകരയിലും കോഴിക്കോടും ഒക്കെ നല്ല പ്രവർത്തനം ശക്തമായി ഒപ്പത്തിനൊപ്പം നിന്ന് പോരാടി ആ മണ്ഡലങ്ങളിലൊക്കെ ഐക്യ ജനാധിപത്യ മുന്നണി വിജയം ഉറപ്പാക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയത്ത് അതിന് തൊട്ടടുത്തുള്ള വയനാട് മണ്ഡലത്തിലെ പ്രവർത്തനങ്ങൾ നീണ്ടു പോകരുത്, അതത് സമയത്ത് നടക്കേണ്ട തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ യഥാസമയം നടന്നിരിക്കണം എന്നുള്ള വളരെയേറെയുള്ളൊരു ശുഷ്കാന്തിയാണ് മുസ്ലിം ലീഗ് പാർട്ടിയെ ഇതിൽ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് മുസ്ലിം ലീഗ് ഇത്തരത്തിലുള്ള ഒരു കാര്യം ഹൈക്കമാൻഡിന് മുമ്പിൽ വെച്ചിട്ടുള്ളത്. അതായത് ജയസാധ്യതയെ ബാധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന ആശങ്ക പറയാൻ പറ്റാവുന്ന രീതിയിൽ മുസ്ലിം ലീഗ് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അല്ല, ജയസാധ്യതയെ ബാധിക്കുക എന്ന ഒരു വിഷയവും ഞങ്ങൾക്കില്ല. കാരണം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് പൂർണ്ണമായും ഏത് നിലയിലും വയനാട് നിയോജകമണ്ഡലത്തിൽ ജയിക്കാൻ കഴിയുന്ന ആത്മവിശ്വാസങ്ങൾ കൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണി ഒരുക്കുകോട്ടയാണ്. മുമ്പ് കാലത്ത് ജയിച്ചതിനേക്കാൾ മികച്ച ഭൂരിപക്ഷം നേടിക്കൊണ്ട് ജയിക്കാൻ കഴിയുന്ന അന്തരീക്ഷം വയനാട്ടിൽ ഇപ്പോഴും ഉണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്.
പക്ഷേ രാഹുൽ ഗാന്ധി വന്നു കഴിഞ്ഞാൽ സാഹചര്യത്തിൽ മറ്റു രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് ലീഗ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ BJP തന്നെ ഇവിടെ പറയുകയാണ് BJPയുടെയും ഒരു ദേശീയ നേതാവിനെ പോലും രംഗത്തിറക്കുവാനുള്ള സാഹചര്യം ഉണ്ടാകുമെന്ന്. CPM പറയുകയാണ് രാഹുലിനെ തോൽപ്പിക്കാൻ പറ്റുന്ന സംവിധാനം ഞങ്ങൾക്ക് അവിടെ ഉണ്ട് എന്ന്. അല്ല, രാഹുൽ ഗാന്ധിയെ പോലുള്ള ഒരു നേതാവിനെ കിട്ടിയാൽ ദക്ഷിണേന്ത്യയുടെ തന്നെ ചിത്രത്തിൽ കാതലായ മാറ്റമുണ്ടാകും. കാരണം മതേതര കക്ഷികൾക്ക് അത്ര വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടു വരുമെന്ന് എല്ലാവർക്കും അറിയാം. അത് ബോധ്യമുണ്ട് എല്ലാവർക്കും. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയെ പോലുള്ള ഒരു നേതാവ് വന്നു കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളവർക്ക് സ്ഥാനാർത്ഥി എന്നുള്ള ഒരു ചോദ്യത്തിന് പോലും പ്രസക്തി ഉണ്ടാകില്ല. അതിലൊന്നും രണ്ട് അഭിപ്രായമില്ല. ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഏറ്റവും ശുഭപ്രതീക്ഷകളുള്ള മണ്ഡലമാണ് വയനാട് പോലുള്ളൊരു മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിയെ പോലുള്ള ഒരു നേതാവിന്റെ പേര് കോൺഗ്രസ് പാർട്ടി ഉയർത്തിക്കൊണ്ടുവരുന്നു എന്നത് തന്നെ നിങ്ങൾ അറിയേണ്ടത് ആ മണ്ഡലത്തിലുള്ള ഞങ്ങളുടെ ശുഭപ്രതീക്ഷയാണ്. കാരണം കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഏറെ പ്രതീക്ഷയുണ്ട്. കേരളത്തിൽ ഒരുപക്ഷെ ഞങ്ങൾ ഇന്നും മുസ്ലിം ലീഗ് പാർട്ടി വിശ്വസിക്കുന്നത് CPMന്റെ ഏറ്റവും ഒരുപക്ഷെ ത്രിപുരയിലും ബംഗാളിലും ഒക്കെ പാർട്ടി ഏറ്റ കനത്ത പ്രഹരം പോലെ തന്നെ ഒരു വലിയ പ്രഹരം കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പോടുകൂടി അവർക്ക് ഉണ്ടാകുമെന്നാണ്. ശരി, ശ്രീ അബ്ദുറഹ്മാൻ രണ്ടത്താണി, അത് നശിപ്പിക്കരുത് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ ഈ തീരുമാനം വൈകിപ്പിക്കുന്നതിലൂടെ. ഇതുകൂടിയാണല്ലോ മുസ്ലിം ലീഗ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും നന്ദി ശ്രീ അബ്ദുറഹ്മാൻ രണ്ടത്താണി, ശ്രീ രാജു എബ്രഹാം, സന്ദീപ് വാര്യർ, ശ്രീ പന്തളം സുധാകരൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം തെരഞ്ഞെടുപ്പ് ചോദ്യങ്ങൾ.